അത് ശരിക്കും കോവിഡിന് തൊട്ട് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ അവിടെ അമ്പലത്തിൽ പോയിട്ടു. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എൻ്റെ അമ്മയ്ക്ക്. അത് ഏട്ടൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ അമ്മയ്ക്ക് ആ ഓളം കൂടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അന്ന് അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ട് വീട്ടിൽ ഇടാമെന്ന് വിചാരിച്ച വർഷം തൊട്ട് കോവിഡായി. അപ്പോൾ പിന്നെ അതങ്ങ് നിർത്തിയില്ല. പിന്നെ ഈ 2 കൊല്ലമായിട്ട് അമ്മയില്ല. അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും അമ്മ ഇരിക്കുന്ന ഒരു പ്രസൻസ് എപ്പോഴും എനിക്ക് വരാന്തയിൽ ഫീൽ ചെയ്യും. അപ്പം അമ്മയ്ക്കൊരു സന്തോഷമല്ലേ അത്. അങ്ങനെ അത് ആ തുടർച്ചയുള്ള വന്നത്, പിന്നെ നിർത്തിയില്ല, വീട്ടിൽ തന്നെ എല്ലാം. അപ്പം സത്യം എന്താ പറയുക, തൂണിലും തുരുമ്പിലും മണ്ണിലും എല്ലാം ഉണ്ടല്ലോ അമ്മ. അപ്പം നമ്മൾ മനസ്സ് ശുദ്ധിയായിട്ട് നമ്മുടെ കർമ്മം നന്നായിട്ട് അമ്മയ്ക്ക് സമർപ്പിച്ചാൽ മതി. പപ്പായും മമ്മി ഇപ്രാവശ്യം വന്ന് അമ്മ ഇടുന്നുണ്ട് പൊങ്കാല ഇപ്രാവശ്യം. 25 കൊല്ലമായിട്ട് അവർ ആരും പൊങ്കാല എന്താണെന്നുള്ളതൊന്നും അധികം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഇവർക്ക് പക്ഷെ കുറച്ച് പ്രായമായതുകൊണ്ട് തിരക്കിൻ്റെ ഇടയിൽ പോകാനൊക്കാത്തതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് കാണാൻ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു ശരിക്കൊരു ഓളം അറിയണമെങ്കിൽ നഗരത്തിലോട്ട് ഇറങ്ങണം, എന്നാലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം പുള്ളിക്കാരത്തി കാണാൻ വന്നതാമ്മ. പക്ഷെ ഇപ്പം ഇപ്രാവശ്യം ഇടാൻ പറഞ്ഞു. ഏട്ടൻ കൊച്ചിയിൽ. അതെ, സിനിമയുടെ തിരക്കായിട്ട് അവിടെയാണ്. ഞങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നു, ഏത് കർമ്മം ചെയ്താലും അമ്മയുടെ പാദത്തിൽ വയ്ക്കുന്നു, ബാക്കി റിസൾട്ട് അമ്മ തരും. ആ ഒരു വിശ്വാസമാണ് എപ്പോഴും.